ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് യുഎഇയിൽ പ്രകടനം നടത്തി പ്രതിഷേധിച്ച 57 ബംഗ്ലാദേശികളെ നാടുകടത്താൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണം മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചായിരുന്നു യുഎഇയിൽ ബംഗ്ലാദേശികളുടെ പ്രകടനം. ഇതിനെ തുടർന്ന് ജൂലൈ 22-നാണ് 57 ബംഗ്ലാദേശികൾക്കെതിരെ അബുദാബി ഫെഡറൽ കോടതി നടപടിയെടുത്തത്. പൊതുസ്ഥലത്ത് ഒത്തുകൂടി കലാപമുണ്ടാക്കുക, നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുന്നതിന് തടസ്സപ്പെടുത്തുക, വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്വന്തം ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾ ചെയ്തതെന്ന് യുഎഇ അറ്റോർണി ജനറലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. 3 പേരെ ജീവപര്യന്തം തടവിനും 53 പേർക്ക് 10 വർഷവും ഒരാൾക്ക് 11 വർഷവും തടവുമാണ് ശിക്ഷ വിധിച്ചത്. തടവ് ശിക്ഷ പൂർത്തിയാക്കിയവരെ നാടുകടത്തണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. എന്നാൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തടവും പിഴയും ഒഴിവാക്കി 57 പേരെയും നാടുകടത്താൻ ഉത്തരവിട്ടു. ഇതിനു പിന്നാലെ നാടുകടത്തൽ നടപടി ആരംഭിച്ചതായി അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് അൽ ഷംസി അറിയിച്ചു. രാജ്യത്തെ നിയമങ്ങൾ എല്ലാവരും ബഹുമാനിക്കുകയും പാലിക്കുകയും വേണമെന്ന് അറ്റോർണി ജനറലും വ്യക്തമാക്കി. അഭിപ്രായം പറയാൻ നിയമപരമായ വഴികൾ രാജ്യം അനുവദിക്കുന്നുണ്ടെന്നും യുഎഇയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.